നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിന ഈസ് ലോഗ് പീരിയോഡിക് ആൻറ്റിന. ലോഗ് പീരിയോഡിക് ആൻറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a type of antenna whose impedance or electrical performance is a logarithmically periodic function of frequency. The antennas are called logarithmically periodic or simply LP antennas. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പിഡൻസ് അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ലോഗരിതമിക്കലി പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസിയാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത് ലോഗ് പീരിയോഡിക് ആൻറ്റിന അല്ലെങ്കിൽ ലോഗരിതമിക്കലി പീരിയോഡിക് ആൻറ്റിന ഓർ സിംപ്ലി LP ആൻറ്റിനാസ് എന്ന് പറയുന്നത്. പീരിയോഡിസിറ്റി ഓഫ് LPDA ആണ് അടുത്ത് പറയുന്നത്. പീരിയോഡിസിറ്റി ഓഫ് LPDA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് LPDA ആൻറ്റിനയുടെ. ദാറ്റ് ഈസ് ഇഫ് ദ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് LPDA ഈസ് പ്ലോട്ടഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ലോഗരിതം ഓഫ് ഫ്രീക്വൻസി ദെൻ ഇറ്റ് വിൽ ബി എ പീരിയോഡിക്, ഹെൻസ് ദ നെയിം ലോഗ് പീരിയോഡിക് ആൻറ്റിന. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞു ദ ആൻറ്റിന ഈസ് കോൾഡ് ലോഗരിതമിക്കലി പീരിയോഡിക് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഇമ്പിഡൻസിനെ ഒരു ലോഗരിതമിക് സ്കെയിൽ ഓഫ് ഫ്രീക്വൻസി നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പിഡൻസ് വേഴ്സസ് ലോഗ് എഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ പീരിയോഡിക് നേച്ചർ. Therefore, it is known as logarithmically periodic or simply LP antennas. And pattern, directivity, beamwidth and side lobe level also follows the same. അതിൻ്റെ ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഈസ് പാറ്റേണും ഡയറക്ടിവിറ്റിയും ബീംവിഡ്ത്തും എല്ലാം ഇതേ നേച്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോഗ് പീരിയോഡിക് ആൻറ്റിന എന്നുള്ള പേര് വന്നത്. അപ്പോൾ അടുത്തത് ഇതിൻ്റെ ഫിഗർ അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ വേറൊരു പേരാണ് ലോഗ് പീരിയോഡിക് ഡൈപോൾ അറേ, LPDA എന്ന് പറയും. ഓക്കെ, LPDA ലോഗ് പീരിയോഡിക് ഡൈപോൾ അറേ. ഇതിന് ഒരു അറേ ഓഫ് ഡൈപോൾസ് ആണ് ഒരു പെർട്ടിക്കുലർ മാനറിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ലോഗ് പീരിയോഡിക് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻറ്റ് ആൻറ്റിന നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഡൈപോൾസ് നോൺ ആസ് എലമെൻറ്റ്സ് പൊസിഷൻഡ് അലോങ് എ സപ്പോർട്ട് ബീം ലൈയിങ് അലോങ് ദ ആൻറ്റിന ആക്സിസ്. ഇതിനകത്ത് കുറേ ഡൈപോൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സോളിഡ് ലൈൻ അല്ലാതെ കാണിച്ചിട്ടുണ്ട്. ഇതാ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഡൈപോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡൈപോൾസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നമ്പർ ഓഫ് ഡൈപോൾസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് പൊസിഷൻഡ് അലോങ് എ സപ്പോർട്ട് ബീം ലൈങ് അലോങ് ദ ആൻറ്റിന ആക്സിസ്. ഒരു സപ്പോർട്ട് ബീമിലാണ് ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് വിച്ച് ഈസ് അലോങ് ദ ആൻറ്റിന ആക്സിസ്. അപ്പോൾ ഇവിടുത്തെ ആൻറ്റിന ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് ആൻറ്റിന ആക്സിസ് എന്ന് പറയുന്നത്. അവിടെ നമ്മളൊരു സപ്പോർട്ട് ബീം, ഇവിടുത്തെ സപ്പോർട്ട് ബീം എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഫീഡ് ലൈനാണ് ഇവിടെ സപ്പോർട്ട് ബീമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് ബീമിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്, ഷോർട്ട് ഡൈപോൾസ് അറേഞ്ച് ചെയ്യുന്നത്. അടുത്ത ഈ ഡൈപോൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസിസ്റ്റ് ഓഫ് ഡൈപോൾസ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് ആൻഡ് സ്പേസിങ്. ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാ ഡൈപോൾസിൻ്റെയും ലെങ്ത്ത് സെയിം അല്ല അല്ലേ. ഇപ്പോൾ ആദ്യത്തെ ഡൈപോൾ കൺസിഡർ ചെയ്യുക, ഇതാണ് ഫസ്റ്റ് ഡൈപോൾ വരുന്നത്, അതിൻ്റെ ലെങ്ത്ത് L1 ആണ്. രണ്ടാമത്തെ ഡൈപോൾ നോക്കിക്കഴിഞ്ഞാൽ L2 ആണ്. L1 ഈസ് ലെസ് ദാൻ L2 ആണ്. അത് കഴിഞ്ഞ് അടുത്ത L3, തേർഡ് ഡൈപോളിൻ്റെ ലെങ്ത്ത് L3 ആണ് വിച്ച് ഈസ് ലെസ് ദാൻ, അതായത് L1 ലെസ് ദാൻ L2 ലെസ് ദാൻ L3 ആണ്. അതായത് L3യുടെ ലെങ്ത്ത് കൂടുതലാണ്. ഇപ്പുറത്തെ nth ഡൈപോൾ ആണെങ്കിൽ LN ആയിരിക്കും ഇത്. ഓക്കെ, LN ഈസ് ലെസ് ദാൻ L1 അല്ലെങ്കിൽ LN-1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഡൈപോൾസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് സ്പേസിങ് എന്ന് പറയുന്നത് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഡൈപോൾസ് തമ്മിലുള്ള സ്പേസിങ് ഇവിടെ S എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. S. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് ഡൈപോൾസ് തമ്മിലുള്ള സെപ്പറേഷൻ S1 എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത S2, SN+1 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ സ്പേസിങ്ങും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ഫീഡിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു ബാലൻസ്ഡ് ഫീഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഒരു 2 വയർ ട്രാൻസ്മിഷൻ ലൈന്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത്. 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്മിഷൻ ലൈന് ഇതാണ് നമ്മൾ 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ വരുന്നത്. ഒരു ട്രാൻസ്പോസ്ഡ് മാനറിലാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോസ്ഡ് മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്സാഗ് മാനറിൽ അല്ലെങ്കിൽ ഒരു ക്രോസ്ഡ് മാനറിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീഡിങ് കൊടുക്കുന്നത്.
അപ്പോൾ ഫസ്റ്റ് ഡൈപോൾ ഇതാ ഈ ഫിഗറിനകത്ത് ഇവിടെ അറേഞ്ച് ചെയ്തെന്ന് വിചാരിക്കുക. ദെൻ ട്രാൻസ്പോസ് ചെയ്യുന്നു, ദെൻ അടുത്ത ഡൈപോൾ അറേഞ്ച് ചെയ്യുന്നു, എഗെയിൻ ട്രാൻസ്പോസ് ചെയ്യുന്നു, അടുത്ത ഡൈപോൾ അറേഞ്ച് ചെയ്യുന്നു, അങ്ങനെ. അപ്പോൾ ഒരു ട്രാൻസ്പോസ്ഡ് മാനറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്മിഷൻ ലൈന് ഓരോ ഡൈപോളുമായിട്ടും കണക്ട് ചെയ്യുന്നത്. ദ ലൈൻ ഈസ് ട്രാൻസ്പോസ്ഡ് ബിറ്റ്വീൻ ഈച്ച് അഡ്ജസൻറ്റ് പെയർ ഓഫ് ഡൈപോൾസ്. ഓക്കെ. ദെൻ ഇതിനകത്ത് കുറച്ച് ടേംസ് നമുക്ക് നോക്കാനുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് എസ് പറഞ്ഞു. എസ് എന്ന് പറയുന്നത് സ്പേസിങ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഡൈപോൾസ് ആണ് എസ് പറയുന്നത്. എൽ എന്ന് പറയുന്നത് എന്താ, എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഈച്ച് ഡൈപോളാണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതി വെക്കണം ഇതിൻ്റെ താഴെ. എൽ ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് ഡൈപോളാണ് വരുന്നത് എൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വരുന്നത് ഏതാ, അടുത്ത ഇതിനകത്ത് ഒരു ആൽഫ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ആൽഫ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിളാണ്, അല്ലെങ്കിൽ നമ്മൾ അപ്പെക്സിലുള്ള ആംഗിൾ, അതിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫ ഇസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ. ദെൻ ഇവിടെ R1, R2, R3 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അത് R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫീഡ് ആൻഡ് ഡൈപോൾ. ഓരോ ഡൈപോളിലോട്ട് ഫീഡ് എന്നുള്ള ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ ഈ അപ്പെക്സ് പോയിന്റിൽ നിന്ന് ഡൈപോളിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർ എന്ന്, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എസ്, എൽ, ആർ, ആൽഫ, ഇത്രയും ടേംസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഒരു കാര്യം കൂടി ഫിഗറിൽ ശ്രദ്ധിക്കണേ, ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആരോ മാർക്ക്, സോളിഡ് ആരോ മാർക്ക് ആയിട്ടത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ എന്ന് പറയുന്നത്. ടുവേർഡ്സ് ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ വരുന്നത്. അപ്പോൾ ഇത് ഈ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ് ഒന്നുകൂടി പറയുന്നത്. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് LPDA നോർമലി കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഡൈപോൾസ് നോൺ ആസ് എലമെൻറ്റ്സ് പൊസിഷൻഡ് അലോങ് എ സപ്പോർട്ട് ബീം ലൈങ് അലോങ് ദ ആൻറ്റിന ആക്സിസ്. ഓക്കെ, നമ്മൾ ആ ഫിഗറിനകത്ത് കണ്ടു. ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് ബീം എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്പോസ്ഡ് ഫീഡ് ലൈനാണ് ഇവിടെ സപ്പോർട്ട് ബീം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ദ അറേ കൺസിസ്റ്റ് ഓഫ് ഡൈപോൾസ് ഓഫ് ഡിഫറെൻറ്റ് length and spacing which are fed from a two-wire transmission line. The line is transposed between each adjacent pair of dipoles, and every element in the dipole design is active, that is connected electrically to the feed line along with other elements. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എല്ലാ എലമെൻറ്റും അറ്റ് എ ടൈം നമ്മൾ ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഫീഡ് ലൈനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ട്രാൻസ്പോസ്ഡ് ഫീഡ് ലൈനായിട്ട് എല്ലാ എലമെൻസും കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എലമെൻസും അറ്റ് എ ടൈം എന്താണ്, ആക്റ്റീവ് എലമെൻസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദ എലമെൻറ്റ്സ് കറസ്പോണ്ട്സ് ടു റെസണൻസ് അറ്റ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് വിത്തിൻ ദ ആൻറ്റിനാസ് ഓവറോൾ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിൽ, അതായത് നമ്മൾ ഓവറോൾ ബാൻഡ് വിഡ്ത്തിലെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിൽ എന്തിന് കാരണമാവുന്നുണ്ട്, റെസൊണൻസിന് കാരണമുണ്ട്. ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. ആൻഡ് ദെർഫോർ ദിസ് ലീഡ്സ് ടു എ സീരീസ് ഓഫ് എവർ ഷോർട്ടർ ഡൈപോൾസ് ടുവേർഡ്സ് ദ ഫ്രണ്ട് ഓഫ് ദ ആൻറ്റിന. നമ്മൾ ആ ഫിഗർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ അപ്പെക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇവിടെയാണ് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകും തോറും എന്താണ്, ആൻറ്റിനയിലുള്ള ഡൈപോൾസിൻ്റെ ലെങ്ത്ത് കൂടിയിട്ട് വരികയാണ് ചെയ്തിരുന്നത് അല്ലേ. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ദാറ്റ് ഈസ് ദ ഡൈപോൾ ലെങ്ത്ത് ഇൻക്രീസ് അലോങ് ദ ആൻറ്റിന സച്ച് ദാറ്റ് ഇൻക്ലൂഡഡ് ആംഗിൾ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അപ്പെക്സ് ആംഗിൾ ആൽഫ എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും, ആ അപ്പെക്സിൽ നിന്ന് പോകും തോറും അതിലുള്ള ഡൈപോൾസിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലെങ്ത് ഈസ് എ ഫങ്ഷൻ നോൺ ആസ് ടോ. ആ ലെങ്ത്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ നോൺ ആസ് ടോ. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ നമ്മളത് കഴിഞ്ഞിട്ട് ഡിസൈൻ ഇക്വേഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ എവർ ഡിക്രീസിങ് ലെങ്ത് makes the LPDA look when viewed from the top like a triangle or arrow with
ടിപ്പ് പോയിൻറ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പീക്ക് റേഡിയേഷൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റെസൊണൻസ് കാരണം അതിൻ്റെ ഡൈപോൾസിൻ്റെ ലെങ്ത്ത് ടുവേർഡ്സ് ദ ഫ്രണ്ട് ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എവേ ഫ്രം ഫ്രണ്ട് ഇറ്റ് ഈസ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളതൊരു ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ആരോ ഷേപ്പിലായിരിക്കും വിത്ത് ടിപ്പ് പോയിൻറ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പീക്ക് റേഡിയേഷൻ. നമ്മൾ പീക്ക് റേഡിയേഷൻ ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈ ടുവേർഡ്സ് ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആരോ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പായിരിക്കും അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. It provides the capability to operate on many different frequencies. It can operate at many different frequencies. എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വർക്കിങ്ങിൽ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തത് ദ ആൻറ്റിന ഈസ് ഫ്രീക്വൻസി ഇൻഡിപെൻഡൻറ്റ്. എന്തുകൊണ്ടാണ് ഫ്രീക്വൻസി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്? ഇറ്റ്സ് ഇംപിഡൻസ് ആൻഡ് പാറ്റേൺ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് ഫ്രീക്വൻസി. ദെർഫോർ ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻറ്റ് ആൻറ്റിന. ഓക്കെ, ദെൻ ഇതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിസൈൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സിഗ്മ ആൻഡ് ടോ ആണ്. സിഗ്മ ആൻഡ് ടോ ആർ ദ കീ ഡിസൈൻ എലമെൻറ്റ്സ് ഓഫ് ദ LPDA ഡിസൈൻ. LPDA പാരാമീറ്റേഴ്സാണ് വരുന്നത്. ഇതിനകത്ത് കുറച്ച് ഡിസൈൻ ഇക്വേഷൻസിൽ വരുന്നതാണ്. ആദ്യത്തെ വരുന്നത് സ്കെയിൽ ഫാക്ടറാണ്. സ്കെയിൽ ഫാക്ടർ ഓർ ഡിസൈൻ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ടോ. ടോ ഈക്വൽ ടു L1/L2 ഈക്വൽ ടു L2/L3 ഈക്വൽ ടു എക്സെട്ര Ln/Ln+1, or it is also equal to R1/R2 equal to R2/R3 etc. equal to Rn/Rn+1, or it is equal to S1/S2 equal to S2/S3 equal to etc. Sn/Sn+1. അപ്പോൾ ടോനെ നമുക്ക് L-ൻ്റെയും R-ൻ്റെയും S-ൻ്റെയും ടേമിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, or in general ടോ ഈക്വൽ ടു Ln/Ln+1 which is equal to Rn/Rn+1 which is equal to Sn/Sn+1. ഇതാണ് ടോയുടെ ഇക്വേഷൻ. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്കെയിൽ ഫാക്ടർ അല്ലെങ്കിൽ ഡിസൈൻ റേഷ്യോ ആണ് നമ്മൾ ടോ എന്ന് പറയുന്നത്. അതിനകത്ത് L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഡൈപോൾ, R എന്ന് പറയുന്നത് എന്താ? R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫീഡ് ആൻഡ് ഡൈപോൾ ആണ്. ദെൻ S എന്ന് പറയുന്നത് സ്പേസിങ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഡൈപോൾ. ഓക്കെ, ദെൻ അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നതാണ് സ്പേസിങ് ഫാക്ടറാണ്. സ്പേസിങ് ഫാക്ടർ എന്ന് പറയുന്നത് സിഗ്മ. ഓക്കെ, സിഗ്മയുടെ ഇക്വേഷൻ ഇതാണ്. സിഗ്മ ഈക്വൽ ടു Rn+1 മൈനസ് Rn ഡിവൈഡഡ് ബൈ 2ln. ഓക്കെ, സിഗ്മ ഈക്വൽ ടു Rn+1 മൈനസ് Rn ഡിവൈഡഡ് ബൈ 2ln, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു Sn ഡിവൈഡഡ് ബൈ 2ln. ഇപ്പോൾ ഇത് നമ്മൾ ഫിഗർ, ഇതാണ് നമ്മൾ ഡൈപോൾസ് വരുന്നത്. സപ്പോസ് ദിസ് ഈസ് Rn, ഇത് ദിസ് വൺ ഈസ് Rn+1. ഓക്കെ, ദിസ് ഈസ് Rn, ദെൻ Rn+1 മൈനസ് Rn ഡിവൈഡ് ബൈ 2ln ആണ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ Rn+1 മൈനസ് Rn എന്താ വരുന്നത്? ഈ ഡിസ്റ്റൻസ് അല്ലേ വരുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Sn ആയിരിക്കും അല്ലേ. അതായത് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഡൈപോൾസ് തമ്മിലുള്ള സെപ്പറേഷൻ നമ്മൾ S എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ Rn+1 മൈനസ് Rn ഈസ് Sn. ടിപ്പിക്കൽ വാല്യൂ ഓഫ് ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി ആൻഡ് ടിപ്പിക്കൽ വാല്യൂ ഓഫ് ടോ ഈക്വൽ ടു 0.7. ഓക്കെ, ഇനി ഇവിടെ വേറൊരു പാരാമീറ്റർ കൂടി പറയുന്നുണ്ട്. അതായത് 1/ടോ ഈക്വൽ ടു K. 1/ടോ ഈക്വൽ ടു K. 1/ടോ ഈക്വൽ ടു K. ദാറ്റ് മീൻസ് എന്തായിരിക്കും? Ln+1 ഡിവൈഡഡ് ബൈ Ln ഈക്വൽ ടു Sn+1 ഡിവൈഡഡ് ബൈ Sn വിച്ച് ഈസ് ഈക്വൽ ടു Rn+1 ഡിവൈഡഡ് ബൈ Rn. ഓക്കെ, ആ ഒരു ടേമും കൂടി ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ഡിസൈൻ ഇക്വേഷൻസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് പറഞ്ഞിരുന്നു. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ടോ, അതുപോലെ തന്നെ സിഗ്മ ആൻഡ് ആൽഫ. ഇനി ഇതെല്ലാം കൂടെ തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. ഈ ഫിഗർ എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ LPDAയുടെ ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ദിസ് ഈസ് ആൽഫ. ഇവിടെ നമ്മൾ കുറേ ആംഗിൾസ് ഡൈപോൾസ് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പർ ഹാഫ് അല്ലെങ്കിൽ ലോവർ ഹാഫ്.
അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന അപ്പർ ഹാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്ക്, ഈ അപ്പർ ഹാഫ് മാത്രം, ഇത് മാത്രം കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ദിസ് ആംഗിൾ ആൽഫയാണ് അല്ലേ, അപ്പെക്സ് ആംഗിൾ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. അപ്പോൾ അതിൻ്റെ അപ്പർ ഹാഫ് അല്ലെങ്കിൽ ലോവർ ഹാഫ് എടുക്കുമ്പോൾ അതിൻ്റെ ഹാഫ് മാത്രം മതി, ദാറ്റ് ഈസ് α/2. ഇനി ഇവിടെ ഡൈപോളിൻ്റെ ലെങ്ത്ത് L ആണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ LN, ജനറലി LN ആണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് മാത്രം എടുക്കുകയാണെങ്കിൽ, ഹാഫ് പോർഷൻ മാത്രം എടുക്കുമ്പോൾ LN/2, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ LN/2. ഓക്കെ, തൊട്ടടുത്തുള്ള ഡൈപോളിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? LN+1/2. ഓക്കെ, ദിസ് ഈസ് LN+1/2. നമ്മൾ ഫിഗറിൽ ക്യാപിറ്റൽ L ആണ്, അതുകൊണ്ട് ക്യാപിറ്റൽ L ആയിട്ട് തന്നെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ലെങ്ത്ത് തന്നെ ആയിരിക്കും ഈ കാണിക്കുന്നത്. ഞാൻ ഈ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക, ഈ ലെങ്ത്ത് വരുന്നത് അല്ലേ, LN-ഉം. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്ത്, അപ്പോൾ ബാക്കി വരുന്ന ലെങ്ത്ത് എന്തായിരിക്കും? ഈ ലെങ്ത്ത് എന്തായിരിക്കും? ബാക്കി വരുന്ന ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? LN+1 മൈനസ് എന്തായിരിക്കും? LN ആയിരിക്കും. ഈ രണ്ട് ലെങ്ത്ത് സെയിം ആണ്, ദാറ്റ് ഈസ് LN ആണ് അല്ലേ. അപ്പോൾ ബാക്കി വരുന്ന ലെങ്ത്ത് കിട്ടാൻ എന്താണ്? ഇപ്പോൾ പോയിൻറ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ABC. ഓക്കെ, അപ്പോൾ BC = LN വരും. അപ്പോൾ AB കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? LN+1, ടോട്ടൽ ലെങ്ത്ത് LN+1. ACയുടെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് LN+1 ആണ്. അതുപോലെ BC എന്ന് പറയുന്നത്, ഇതിനകത്ത് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് വെച്ചിട്ടാണ് പറയുന്നത്, BC എന്ന് പറയുന്നത് LN ആണ്. ഓക്കെ, ദെയർഫോർ AB എങ്ങനെ കിട്ടും? AB = എന്തായിരിക്കും? AC - BC, ദാറ്റ് ഈസ് = LN+1 മൈനസ് LN. LN+1 അല്ല, സോറി, LN+1/2 ആണ്, LN/2 ആണ്. ഓക്കെ, ഹാഫ് അല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് AB = AC - BC. AC - BC എന്ന് പറയുമ്പോൾ ഇത് വരും LN+1/2 മൈനസ് LN/2, ദാറ്റ് ഈസ് LN+1 മൈനസ് LN (2). അപ്പോൾ ദിസ് ആംഗിൾ ഓൾസോ α/2 ആയിരിക്കും കേട്ടോ. ദിസ് ആംഗിൾ ഓൾസോ α/2. Therefore we will get tan α/2 = എന്ത് ഇക്വേഷൻ കിട്ടും? LN+1 മൈനസ് LN/2S കിട്ടും. എങ്ങനെ S കിട്ടിയത്? സ്പേസിങ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഡൈപോൾസ് എന്ന് പറയുന്നത് എന്താണ്? S ആണ്. ഓക്കെ, അപ്പോൾ ആ ഫിഗർ ഞാനിവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട്. α/2, ദിസ് ആംഗിൾ ഈസ് α/2, LN+1/2, LN/2 ആണ്, LN/2, LN+1/2. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ therefore ഈ ആംഗിൾ α/2 ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് tan α/2 = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് AB ആണ്. ABയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താ? LN+1/2 മൈനസ് LN/2. LN+1/2 മൈനസ് LN/2 ഇൻറ്റു ഡിവൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സെപ്പറേഷൻ, രണ്ട് ഡൈപോൾസ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് S ആണ്. അതാണ് ഇപ്പോൾ ആ ഫിഗറിന്, ആ ഇക്വേഷനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. LN+1/2 മൈനസ് LN/2 ഡിവൈഡഡ് ബൈ, അതായത് നമുക്കറിയാം LN+1 ഡിവൈഡഡ് ബൈ LN = K എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരുന്നു. അതിനകത്തുനിന്ന് LN-ന് എന്ത് കിട്ടും? LN = എന്ത് കിട്ടും? LN+1/K എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, LN+1/K. അപ്പോൾ LN+1 മൈനസ് LN-ന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? LN+1/K ഡിവൈഡഡ് ബൈ 2S വരും. ദെൻ LN+1 കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ LN+1 ഇൻറ്റു 1 മൈനസ് 1/K ഡിവൈഡഡ് ബൈ 2S വരും. ഓക്കെ, ഇനി LN+1 ഇൻറ്റു 1 മൈനസ് 1/K ഡിവൈഡഡ് ബൈ 2S. ഓക്കെ, ഇനി ഈ LN+1 എന്ന് പറയുന്നത് ഇഫ് യു ആർ അസ്യൂമിങ് ലെങ്ത് ഓഫ് ദ ഡൈപോൾ ഈസ് λ/2. ഓക്കെ, ഡൈപോളിൻ്റെ ലെങ്ത്ത് λ/2 ആണെന്ന്, അല്ലെങ്കിൽ ഹാഫ് വേവ് ഡൈപോൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് LN+1 ഈസ് ഈക്വൽ ടു
ln plus 1 is equal to, we can substitute ln plus 1 equal to lambda by 2. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത് lambda by 2 into 1 minus 1 by k divided by 2s, which is equal to 1 minus, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് 1 minus 1 by k divided by 4s divided by lambda, where alpha is the apex angle and s by lambda is the spacing in wavelength. Okay, divided by lambda എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത്തിൻ്റെ ടേംസിലുള്ള മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ബൈ ലാംഡ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ, ലെങ്ത് ഓഫ് ഡൈപോൾ ഈസ് ലാംഡ ബൈ 2 ഓർ വി ആർ യൂസിങ് ഹാഫ് വേവ് ഡൈപോൾ. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ, ടാൻ ഓഫ് ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ കെ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എസ് ബൈ ലാംഡ. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. നമുക്കറിയാം 1 ബൈ കെ ഈക്വൽ ടു ടോ ആണെന്ന് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ വി വിൽ ഗെറ്റ് 1 മൈനസ് ടോ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എസ് ബൈ ലാംഡ എന്ന് കിട്ടും ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്കറിയാം ഈ എസ്സും, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആൽഫയും ടോയും അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് സിഗ്മയാണ് അല്ലേ, സ്പേസിങ് ഫാക്ടർ സിഗ്മയാണ്. ഈ മൂന്നും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഡെറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇനി ഇതിനകത്ത് സ്പേസിങ് ഫാക്ടറും കൂടി വേണം. അപ്പോൾ സ്പേസിങ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, സ്പേസിങ് ഫാക്ടർ സിഗ്മ ഇസ് ഈക്വൽ ടു എസ് എൻ ഡിവൈഡഡ് ബൈ 2ln എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എസ് എൻ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ln. അപ്പോൾ ഇവിടെ നമ്മൾ ln ആയിട്ട് എടുക്കുന്നത്, ലെങ്ത്ത് ആയിട്ട് എടുക്കുന്നത് എന്താ, ലാംഡയാണ് അല്ലേ. ലെങ്ത് ഓഫ് ദി ഡൈപോൾ എന്ന് പറയുന്നത് ലാംഡ ബൈ 2 ആണ് എടുക്കുന്നത്, ലാംഡയല്ല ലാംഡ ബൈ 2 ആണ്. നമ്മൾ തൊട്ട് മുന്നേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സിഗ്മയുടെ ഇക്വേഷൻ എന്ത് കിട്ടും, സിഗ്മ ഇസ് ഈക്വൽ ടു എസ് എൻ, സിംപ്ലി എസ്. ഓക്കെ, എസ് എന്ന് പറയുമ്പോൾ nth ഡൈപോൾ ആണെന്നുള്ളൂ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡൈപോൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എസ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2. നമ്മൾ നേരത്തെ എടുത്തത് എൽ ലാംഡ ബൈ 2 ആണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കെന്ത് കിട്ടും, സിഗ്മ ഇസ് ഈക്വൽ ടു എസ് ബൈ ലാംഡ എന്ന് കിട്ടും. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ഈ സിഗ്മക്ക് ഇതിന് എസ് ബൈ ലാംഡയ്ക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, ടാൻ ഓഫ് ആൽഫ ബൈ 2 ഈക്വൽ ടു 1 മൈനസ് ടോ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സിഗ്മ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ടാൻ ഓഫ് ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു 1 മൈനസ് ടോ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സിഗ്മ എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതിൻ്റെ ഇക്വേഷൻ, ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ടാൻ ആൽഫ ബൈ 2 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ എഴുതുക, ആൽഫ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, alpha by 2 is equal to tan inverse of 1 minus tau divided by 4 sigma, or alpha equal to 2 into tan inverse 1 minus tau divided by 4 sigma. Okay, അത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ എന്ത് കിട്ടും ഇക്വേഷൻ, ആൽഫ ബൈ 2 ഈക്വൽ ടു tan inverse of 1 minus tau divided by 4 sigma കിട്ടും, ഓർ ആൽഫ ഈക്വൽ ടു 2 tan inverse 1 മൈനസ് ടോ ഡിവൈഡഡ് ബൈ 4 സിഗ്മ. ഇതാണ് നമ്മൾ ആൽഫയും ടോയും സിഗ്മയും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. ആൽഫ എന്ന് പറയുന്നത് അപ്പെക്സ് ആംഗിൾ ഓർ ഇൻക്ലൂഡഡ് ആംഗിളാണ്, ടോ എന്ന് പറയുന്നത് സ്കെയിലിംഗ് ഫാക്ടറാണ്, സിഗ്മ എന്ന് പറയുന്നത് സ്പേസിംഗ് ഫാക്ടറാണ്. ഓക്കെ, ഇതാണ് ഈ LPDAയിലുള്ള എന്ന് പറയുന്നത് ഡിസൈൻ ഇക്വേഷനായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ LPDAയിൽ 3 റീജിയൻസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ വൈസ് നമ്മൾ ഇതിനെ 3 റീജിയൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഇത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ ടോട്ടൽ LPDAയുടെ വർക്കിങ്ങോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനോ ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ദർ ആർ 3 റീജിയൻസ് ഇൻ LPDA, ദാറ്റ് ഈസ് ലോഗ് പീരിയോഡിക് ഡൈപോൾ അറേ. ഫസ്റ്റ് റീജിയൻ ഈസ് ട്രാൻസ്മിഷൻ ലൈൻ റീജിയൻ ഓർ ഇനാക്റ്റീവ് റീജിയൻ, where length L is equal to L less than lambda by 2, and active region where L equal to lambda by 2, and a reflection region or inactive region where L is greater than lambda by 2. നമ്മൾ 3 റീജിയൻസ് പറഞ്ഞു അല്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിഗറാണ്. നേരത്തെ വരച്ചതിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു അത്രേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഫീഡ് ലൈൻ എന്ന് പറയുന്നത് ട്വിൻ ലൈൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ അപ്പെക്സ് ആംഗിൾ ആൽഫ ഉണ്ട്,
ദെൻ ഓരോ എലമെൻറ്റിൻ്റെയും ലെങ്ത്ത്, ഓരോ ഡൈപ്പോളിൻ്റെയും ലെങ്ത്ത് LN+1 എന്ന് പറഞ്ഞ ജനറലായിട്ട് കാണിച്ചിട്ടുണ്ട്. സ്പേസിങ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് SN+1 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇനി ഇനാക്റ്റീവ് റീജിയൻ ഓർ ഇനാക്റ്റീവ് ട്രാൻസ്മിഷൻ ലൈൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ഡൈപ്പോൾസ് <λ/2 വരുന്ന ഏരിയ. ദെൻ ആക്റ്റീവ് ഓർ റേഡിയേറ്റിംഗ് റീജിയൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഡൈപ്പോൾസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു λ/2. ആൻഡ് ഇനാക്റ്റീവ് ഓർ സ്റ്റോപ്പ് റീജിയൻ ഓർ അതിൻ്റെ വേറൊരു പേര് റിഫ്ലക്ഷൻ റീജിയൻ ആണ്. ഇനാക്റ്റീവ് റിഫ്ലക്ഷൻ റീജിയൻ ഓർ സ്റ്റോപ്പ് റീജിയൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഡൈപ്പോൾസ് ഗ്രേറ്റർ ദാൻ λ/2. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കാണിക്കുക. ഈ ഓരോ റീജിയൻ്റെയും പ്രത്യേകത എന്താണെന്നുള്ളത് അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ, അതിനകത്ത് ആദ്യത്തേത് വരുന്നത് ഇനാക്റ്റീവ് ട്രാൻസ്മിഷൻ ലൈൻ region, that is length L is less than λ/2. Okay, അപ്പോൾ ഹിയർ ആൻറ്റിന എലമെൻറ്റ്സ് ആർ ഇലക്ട്രിക്കലി ഷോർട്ടർ ദാൻ റെസണൻറ്റ് ലെങ്ത്ത്. റെസണൻറ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ λ/2 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് പ്രസൻറ്റ് കപ്പാസിറ്റീവ് ഇമ്പിഡൻസ് ടു ദ ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ഇവിടുത്തെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് നേച്ചറാണ്. സിൻസ് ദ സ്മോളർ എലമെൻറ്റ് കറൻസ് ലീഡ്സ് ദ സപ്ലൈ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റീവ് നേച്ചറായിട്ടുള്ള ഇമ്പിഡൻസ് ആയതുകൊണ്ട് തന്നെ element current leads the supply voltage by 90 degree. Capacitive nature ആകുമ്പോൾ നമുക്കറിയാലോ current leads voltage by 90 degree. Okay, since the current is small, this region present a small radiation. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് സ്മോൾ കറണ്ട് ആയതുകൊണ്ട് തന്നെ ചെറിയ റേഡിയേഷൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത റീജിയൻ എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയൻ ആണ്. ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു λ/2. ഓക്കെ, അതല്ലെങ്കിൽ ഇതിനെ റേഡിയേറ്റിംഗ് റീജിയൻ എന്നും പറയും. ഹിയർ ആൻറ്റിന എലമെൻറ്റ്സ് ഹാവിങ് നിയർ റെസണൻറ്റ് ലെങ്ത്. റെസണൻറ്റ് ലെങ്ത് മീൻസ് λ/2. ഇമ്പിഡൻസ് ഓഫേർഡ് ബൈ ഡൈപോൾ എലമെൻറ്റ്സ് ഓഫ് ദിസ് റീജിയൻ ഈസ് റെസിസ്റ്റീവ് ഇൻ നേച്ചർ. എലമെൻറ്റ് കറണ്ട് ഈസ് ലാർജ് ആൻഡ് ഇൻ ഫേസ് വിത്ത് സപ്ലൈ വോൾട്ടേജ്. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, അതുപോലെ തന്നെ ഇൻ ഫേസ് വിത്ത് സപ്ലൈ വോൾട്ടേജ് ആണ്, റെസിസ്റ്റീവ് നേച്ചർ ആയതുകൊണ്ട്. ദസ് വിൽ റേഡിയേറ്റ് എ സ്ട്രോങ് ബീം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു സ്ട്രോങ് ബീം റേഡിയേറ്റ് ചെയ്യും. അതിൻ്റെ ഡയറക്ഷനും കൂടി പറയണം, ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അതും കൂടി അവിടെ എഴുതി വെക്കണം, ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. In backward direction. Thus will radiate a strong beam in backward direction. And it also radiate a little radiation in right side. Okay, അതായത് ബാക്ക്വേർഡ് ഡയറക്ഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു റേഡിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ thus it will radiate a strong beam in left direction or backward direction and a little radiation to the right direction or forward direction. ഈ രണ്ടും കൂടി, ഈ പോയിന്റും കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. Thus it will radiate a strong beam in backward direction or left direction. ഓക്കെ, നമ്മൾ വരയ്ക്കുന്ന ഫിഗറിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ വരച്ച ഫിഗറിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരുന്നു, അതായത് ലെഫ്റ്റ് ഡയറക്ഷനാണ്. അതുപോലെ തന്നെ എ സ്മോൾ റേഡിയേഷൻ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ഓർ ഇവിടെ വരുന്നത് റൈറ്റ് ഡയറക്ഷൻ. ഓക്കെ, ആ പോയിൻറ്റ്സും കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്ത് വരുന്നത് ഇനാക്റ്റീവ് റീജിയൻ ആണ്. ഇനാക്റ്റീവ് റിഫ്ലക്റ്റീവ് റീജിയൻ ഓർ ലെങ്ത് വേർ ലെങ്ത് L ഈസ് ഗ്രേറ്റർ ദാൻ λ/2. അപ്പോൾ എലമെൻറ്റ് ലെങ്ത് ഈസ് ലോങ്ങർ ദാൻ റെസണൻറ്റ് ലെങ്ത്. കറണ്ട് ലാഗ് ബേസ് വോൾട്ടേജ്. ഇമ്പിഡൻസ് ബിക്കംസ് ഇൻഡക്റ്റീവ്. ഇൻഡക്റ്റീവ് നേച്ചറാണ് ഇമ്പിഡൻസ്, therefore current lag base voltage or supply voltage and it radiates small beam. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 റീജിയൻസ് വരുന്നത്. അടുത്ത വരുന്ന വർക്കിംഗ് ഓഫ് LPDA ആണ്. അറ്റ് വേവ് ലെങ്ത് നിയർ ടു മിഡിൽ ഓഫ് ഓപ്പറേറ്റിംഗ് റേഞ്ച് റേഡിയേഷൻ occurs primarily from central region of the antenna as shown in figure known as active region. അതായത് നമ്മൾ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ ആ ബാൻഡ് വിഡ്ത്തിൻ്റെ മിഡിൽ റേഞ്ചിലുള്ള വേവ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഫ്രീക്വൻസിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, റേഡിയേഷൻസ് മെയിൻലി എവിടെ നിന്നായിരിക്കും, സെൻട്രൽ റീജിയൻ ഓഫ് ദ ആൻറ്റിന ആയിരിക്കും. അതായത് നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്നായിരിക്കും. The elements on right side of active region has larger electrical dimension, that is order of 1 lambda. അതായത് ഇപ്പം നമ്മൾ ഇതാണ് നമ്മൾ ആ ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സെൻറ്റർ റീജിയനിൽ നിന്നായിരിക്കും നമ്മൾ
എ വേവ് ലെങ്ത് നിയറർ ടു മിഡിൽ ഓഫ് ഓപ്പറേറ്റിംഗ് റേഞ്ച്, അതായത് നമ്മൾ ടോട്ടൽ ബാൻഡ് വിഡ്ത്തിൻ്റെ മിഡിൽ റേഞ്ചിലുള്ള ഫ്രീക്വൻസീസിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ റേഡിയേഷൻ എന്ന് പറയുന്നത് സെൻറ്റർ റീജിയനിൽ നിന്നായിരിക്കും അല്ലേ. ഇനി നമുക്കറിയാം ഈ സെൻറ്റർ റീജിയൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ്, ഫസ്റ്റ് ഫിഗർ അല്ല, ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള റീജിയൻ എന്ന് പറയുന്നത് എന്താ, ലാർജർ ഡയമെൻഷനിലുള്ളതാണ്. ദാറ്റ് ഈസ് എൽ ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ വരുന്നതാണ് അല്ലേ. ദേ ക്യാരി സ്മോളർ കറൻറ്റ് ആൻഡ് പ്രസൻറ്റ് മോർ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ്, ദസ് വീക്ക് റേഡിയേഷൻ. അതുകൊണ്ട് തന്നെ അവിടെ വരുന്നത് ചെറിയ കറൻറ്റേ ക്യാരി ചെയ്യുന്നുള്ളൂ, സ്മോൾ റേഡിയേഷൻസ് ആയിരിക്കും ഒക്കർ ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് നേച്ചറാണ്. Therefore, it will produce a weak radiation. ഇനി elements on left side of active region has dimension less than lambda by 2. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും, അവിടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ലെസ് ദാൻ ലാംഡ ബൈ 2 ആണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് പ്രസൻസ് എ ലാർജ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. നമ്മൾ പറഞ്ഞു അവിടുത്തെ റീജിയൻ ഇനാക്റ്റീവ് ഫസ്റ്റത്തെ ട്രാൻസ്മിഷൻ ലൈൻ റീജിയനിലെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്മിഷൻ ലൈൻ റീജിയണിലെ ഇമ്പിഡൻസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് നേച്ചറാണ് അല്ലേ. ആൻഡ് കറണ്ട് ഈസ് സ്മോൾ, ഹിയർ ഓൾസോ റേഡിയേഷൻ ഈസ് വീക്ക്. അപ്പോൾ സെൻറ്റർ റീജിയനിൽ മാക്സിമം റേഡിയേഷൻ കിട്ടും, ലൈറ്റ് ആൻഡ് ലെഫ്റ്റ് റീജിയനിൽ വീക്കർ റേഡിയേഷൻസ് കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ടോട്ടൽ ബാൻഡ് വിഡ്ത്തിൻ്റെ മിഡിൽ ഫ്രീക്വൻസി വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. ഇനി അടുത്തത് പറയുന്നത് വെൻ ദ വേവ് ലെങ്ത് ഇൻക്രീസസ് ദ റേഡിയേഷൻ സോൺ മൂവ്സ് ടു ദ റൈറ്റ്, വെൻ ദ വേവ് ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ഇറ്റ് മൂവ്സ് ടു ദ ലെഫ്റ്റ് വിത്ത് മാക്സിമം റേഡിയേഷൻ ടുവേർഡ്സ് ദ അപ്പെക്സ് ഓർ ഫീഡ് പോയിന്റ് ഓഫ് ദ അറേ. ഇനി നമ്മൾ മിഡിൽ ഫ്രീക്വൻസിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇഫ് ദ ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത് ഈസ് നമ്മൾ വേവ് ലെങ്ത് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് വേവ് ലെങ്ത് ഈസ് ഇൻക്രീസിങ്. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, റേഡിയേഷൻ സോൺ. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ഷനിലോട്ട് പോകും, റൈറ്റ് ഡയറക്ഷനിലോട്ട് പോകും. ഇഫ് ദ വേവ് ലെങ്ത് ഈസ് ഡിക്രീസിങ് ദെൻ റേഡിയേഷൻ സോൺ വിൽ മൂവ്സ് ടുവേർഡ്സ് ഏത് റീജിയൻ, ലെഫ്റ്റ് റീജിയൻ. എങ്ങനെയാണെങ്കിലും നമ്മുടെ മാക്സിമം റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടുവേർഡ്സ് ദ അപ്പെക്സ് ഓർ ഫീഡ് പോയിന്റ് ഓഫ് ദ അറേ ആയിരിക്കും. Therefore, at any given frequency, only a fraction of antenna is used where the dipoles are about lambda by 2 long. അപ്പോൾ നമ്മൾ ആ ഒരു ടോട്ടൽ ആൻറ്റിനേനെ നമ്മൾ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്നില്ല. അതിന് അപ്രോപ്രിയേറ്റ് ആ വേവ് ലെങ്ത്തിൽ വരുന്ന റീജിയൻ മാത്രമേ ഉള്ളൂ എന്ത് വരുന്നത്, അതിൻ്റെ റേഡിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. അടുത്തതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ ആണ് വരുന്നത്. റേഡിയേഷൻ പാറ്റേൺ ഓഫ് ലോഗ് പീരിയോഡിക് ആൻറ്റിന ക്യാൻ ബി യൂണിഡയറക്ഷണൽ ഓർ ബൈഡയറക്ഷണൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഗ് പീരിയോഡിക് സ്ട്രക്ചർ. ഫോർ ബൈഡയറക്ഷണൽ ലോഗ് പീരിയോഡിക് ആൻറ്റിന ദ മാക്സിമം റേഡിയേഷൻ ഈസ് ഇൻ ബ്രോഡ് സൈഡ് വിച്ച് ഈസ് നോർമൽ ടു ദ സർഫസ് ഓഫ് ദ ആൻറ്റിന. അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ബ്രോഡ് സൈഡ് ആയിരിക്കും, ദാറ്റ് മീൻസ് നോർമൽ ടു ദ സർഫസ് ഓഫ് ദ ആൻറ്റിന ആയിരിക്കും. അടുത്ത് വരുന്നത് the cutoff frequencies of LPDA can be determined by electrical length of longest and shortest element of the structure. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, അതിനകത്തുള്ള ലോങ്ങസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് എലമെൻറ്റിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. The higher cutoff frequency is when shortest element is near lambda by 2 and lower cutoff frequency is when highest element is near lambda by 2. ഓക്കെ, ഹയർ ആൻഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഷോർട്ടസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് എലമെൻറ്റിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞത്. ദ റേഡിയേറ്റഡ് വേവ് ഓഫ് LPDA is linearly polarized. It has horizontal polarization when plane of antenna is parallel to the ground. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ പോളറൈസേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഹെലിക്കൽ ആൻറ്റിന പറഞ്ഞിരുന്നു സർക്കുലർ പോളറൈസേഷൻ ആണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ പോളറൈസേഷൻ എന്ന് പറയുന്നത് ലീനിയർ പോളറൈസേഷൻ ആണ്. വി വിൽ ഗെറ്റ് എ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ വെൻ പ്ലെയിൻ ഓഫ് ആൻറ്റിന ഈസ് പാരലൽ ടു ദ ഗ്രൗണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് വരുന്നത്. അഡ്വാൻറ്റേജസിൽ വരുന്നത് the antenna design is compact, gain and radiation pattern are varied according to the requirements. ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത് എക്സ്റ്റേണൽ മൗണ്ട് വേണം, അതുപോലെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഈസ് ഹൈ. അപ്ലിക്കേഷൻസ് വരുന്നത് യൂസ്ഡ് ഫോർ HF കമ്മ്യൂണിക്കേഷൻ, യൂസ്ഡ് ഫോർ എ പെർട്ടിക്കുലർ സോർട്ട് ഓഫ് TV റിസപ്ഷൻ, യൂസ്ഡ് ഫോർ ഓൾ റൗണ്ട് മോണിറ്ററിംഗ് ഇൻ ഹയർ ഫ്രീക്വൻസി ബാൻഡ്സ്. ഇനി ഈ രണ്ട് ഫിഗർ കാണിച്ചിരിക്കുന്നത്, ആദ്യത്തെ ഫിഗർ നമുക്കറിയാവുന്ന ഫിഗർ തന്നെയാണ്. ഇവിടെ നമ്മൾ ഡൈപോൾസ്, ഓക്കെ,
ദെൻ രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഡൈപോൾസിന് പകരം വി ടൈപ്പ് ആൻറ്റിനാസ് യൂസ് ചെയ്തിട്ടുള്ള LPDA കൺസ്ട്രക്ഷനാണ് കാണിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ അടുത്തത് വരുന്ന ആൻറ്റിന ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. നമുക്കറിയാം റവല്യൂഷൻ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഹാസ് ലെഡ് ടു ദ യൂസ് ഓഫ് നോവൽ ആൻറ്റിനാസ് ഫോർ ബേസ് സ്റ്റേഷൻ ആൻഡ് മൊബൈൽ സ്റ്റേഷൻ ഓർ ഹാൻഡ്സെറ്റ്. ഓക്കെ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, ഒരു മൊബൈൽ സ്റ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ പണ്ട് യൂസ് ചെയ്തതിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഹൈലി ഡയറക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ്സെറ്റ് ആൻറ്റിനാസും അല്ലെങ്കിൽ ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. Then in mobile communication, base station antennas must be highly directive and handset antennas must be compact. ഈ രണ്ട് പോയിൻറ്റ്സാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്, റവല്യൂഷൻ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷനും ദെൻ ബാക്കി പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതായത് ടെറസ്ട്രിയൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ റേഞ്ച്, അതുപോലെ സെല്ലുലാർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ റേഞ്ച്, WLAN-ൻ്റെ റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച്, ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസും മൊബൈൽ സ്റ്റേഷൻ ആൻറ്റിനാസും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് നോക്കാം. ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് ഷുഡ് ഡയറക്റ്റ് സിഗ്നൽസ് ടു ദ വാണ്ടഡ് കവറേജ് ഏരിയ ആസ് എഫക്റ്റീവ്ലി ആസ് പോസിബിൾ. നമുക്കറിയാമല്ലോ, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും മൊബൈൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് ജസ്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ ബേസ് സ്റ്റേഷൻ, അതുപോലെ ഹാൻഡ്സെറ്റ് അല്ലെങ്കിൽ മൊബൈൽ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബേസ് സ്റ്റേഷൻ ആൻറ്റിനയുടെ മെയിൻ പർപ്പസ് എന്താ? ഇറ്റ് ഷുഡ് ഡയറക്റ്റ് ദ സിഗ്നൽസ് ടു ദ വാണ്ടഡ് കവറേജ് ഏരിയ ആസ് എഫക്റ്റീവ്ലി ആസ് പോസിബിൾ. But the distribution of power must be restricted accurately in order to minimize the frequency reuse distance in the system. And base station antennas can be classified into adaptive base station antennas and non-adaptive base station antenna. അപ്പോൾ ബേസ് സ്റ്റേഷൻ ആൻറ്റിനയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അഡാപ്റ്റീവ് ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് ആൻഡ് നോൺ അഡാപ്റ്റീവ് ബേസ് സ്റ്റേഷൻ ആൻറ്റിന. In non-adaptive base station antennas, the antenna performance is fixed and won't change according to the instantaneous requirement of the system. ആൻറ്റിനയുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പെർഫോമൻസ് ഫിക്സ്ഡ് ആയിരിക്കും നോൺ അഡാപ്റ്റീവ് എന്ന് പറയുമ്പോൾ. ആ പേര് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ അഡാപ്റ്റീവിൽ എന്തായിരിക്കും? ആൻറ്റിനാസ് ഇൻ അഡാപ്റ്റീവ് ബേസ് സ്റ്റേഷൻ ആൻറ്റിന ഇറ്റ്സ് പാരാമീറ്റേഴ്സ് ക്യാൻ ചേഞ്ച് ടു ഇംപ്രൂവ് സിഗ്നൽ ടു ഇൻ്റർഫറൻസ് നോയ്സ് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ് അഡാപ്റ്റീവ്. അപ്പോൾ ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് എന്ന് പറയുന്നത് ഹൈലി ഡയറക്റ്റീവ് ആയിരിക്കണം, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം. ദെൻ 2 ടൈപ്സ് ഓഫ് ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് ഉണ്ട്, നോൺ അഡാപ്റ്റീവ് ബേസ് സ്റ്റേഷൻ ആൻറ്റിന ആൻഡ് അഡാപ്റ്റീവ് ബേസ് സ്റ്റേഷൻ ആൻറ്റിന. ഇനി അടുത്തത് പറയുന്നത് നോൺ അഡാപ്റ്റീവ് ബേസ് സ്റ്റേഷൻ ആൻറ്റിനയാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. അതിൻ്റെ ടിപ്പിക്കൽ വാല്യൂ ഓഫ് ഗെയിൻ എന്ന് പറയുന്നത് 5 to 17 dB ആണ്. ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ബീം വിഡ്ത്ത് വാരീസ് ബിറ്റ്വീൻ 50 degree and 360 degree ആൻഡ് വെർട്ടിക്കൽ ബീം വിഡ്ത്ത് വാരീസ് ബിറ്റ്വീൻ 10 degree and 70 degree. അതൊക്കെ അതിൻ്റെ പാരാമീറ്റേഴ്സ് പറയുന്നതാണ്. ഓക്കെ, ഇനി ഫോർ മേക്കിംഗ് ദ കവറേജ് ഏരിയ ഹൈ ദ ഹൊറിസോണ്ടൽ ബീം വിഡ്ത്ത് ഈസ് ഇൻക്രീസ്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഡയറക്റ്റിവിറ്റി ഈസ് ഡിക്രീസ്ഡ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് വെർട്ടിക്കൽ ബീം വിഡ്ത്ത്. അപ്പോൾ ഇതിൻ്റെ കവറേജ് ഏരിയ ഹൈ ആക്കണമെങ്കിൽ നമ്മളെന്താ, ബേസ് സ്റ്റേഷൻ്റെ കവറേജ് ഏരിയ ഹൈ ആക്കണമെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ബീം വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ദ ബീം ഓഫ് ബേസ് സ്റ്റേഷൻ മേ ബി ടിൽറ്റഡ് ഡൗൺ ടിപ്പിക്കലി ലെസ് ദാൻ 15 degree ടു റെഡ്യൂസ് ദ ഇൻ്റർഫറൻസ് ലെവൽ ഇൻ ദ നൈബറിങ് സെൽസ്. അപ്പോൾ നമുക്കറിയാം ഒരു കവറേജ് ഏരിയനെ നമ്മൾ ഡിഫറെൻറ്റ് സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷനിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് സെല്ല് തമ്മിലുള്ള ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബീം ഓഫ് ബേസ് സ്റ്റേഷൻ ആൻറ്റിന മേ ബി ടിൽറ്റഡ് ഡൗൺ. ഓക്കെ, ഇനി അതിൻ്റെ ടിപ്പിക്കൽ ബീം പാറ്റേൺ ഓഫ് ബേസ് സ്റ്റേഷൻ ആൻറ്റിനയാണ് ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ പാറ്റേൺ ഫോർ എ 3 sector ബേസ് സ്റ്റേഷൻ സൈറ്റാണ്. ഓക്കെ, 3 സെക്ടറുള്ള ഒരു ഏരിയ, കവറേജ് ഏരിയ. ദെൻ അതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിൻ പാറ്റേൺ ആണ് അടുത്ത ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഈ 2 ഫിഗറും വരുന്നത്, ഇതും ഇതും. ജസ്റ്റ് ഫിഗർ നിങ്ങൾ ഡ്രോ ചെയ്യുക. ഓക്കെ,
ഇതിൻ്റെ സെക്ടറിങ്ങും കാര്യങ്ങളൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ബേസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മളിവിടെ ആൻറ്റിനാസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടി പറഞ്ഞാൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ദെൻ കോമൺ ആസ്പെക്ട്സ് ഓഫ് ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് ആർ വെയ്റ്റ്, വിൻഡ് ലോഡ്, സൈസ്, അപ്പിയറൻസ്, റേഡിയേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബാൻഡ് വിഡ്ത്ത്. കോമൺ ടൈപ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ടൈപ്സ് ഓഫ് ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് എന്ന് പറയുന്നത് ഡൈപോൾ ആൻറ്റിനാസ്, കോർണർ റിഫ്ലക്ടർ ആൻറ്റിന, പാച്ച് ആൻറ്റിനാസ്, ഹോൺ ആൻറ്റിനാസ്. ഇതെല്ലാം ഈ ബേസ് സ്റ്റേഷൻ ആൻറ്റിന എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന മൊബൈൽ ടവേഴ്സ് ഇല്ലേ, അത് തന്നെയാണ് നമ്മൾ ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ in indoor environments leaky lines can be employed as base station antennas. A leaky line is a coaxial cable with a leaky outer conductor. Then to reduce multipath effects, diversity techniques are employed in base station receivers. Multipath effect reduce ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഡൈവേഴ്സിറ്റി ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ കേട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നമ്മൾ മൊഡ്യൂൾ 6 ഡീറ്റെയിൽഡ് ആയിട്ട് ഡൈവേഴ്സിറ്റി ടെക്നിക്സ് എല്ലാം പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത് വരുന്നത് അഡാപ്റ്റീവ് ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് ആണ്. അഡാപ്റ്റീവ് ബേസ് സ്റ്റേഷൻ വിൽ ഇംപ്രൂവ് SINR. SINR എന്തായിരുന്നു? സിഗ്നൽ ടു ഇൻ്റർഫറൻസ് ആൻഡ് നോയ്സ് റേഷ്യോ ഓഫ് സിംഗിൾ കണക്ഷൻ ടു മാക്സിമൈസ് ദ കപ്ലിംഗ് ബിറ്റ്വീൻ ബേസ് സ്റ്റേഷൻ ആൻഡ് വാണ്ടഡ് യൂസർ വൈൽ മിനിമൈസിങ് ദ കപ്ലിംഗ് വിത്ത് ദ അതർ യൂസർ. ഓക്കെ, അഡാപ്റ്റീവ് ബേസ് സ്റ്റേഷന് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ അഡാപ്റ്റീവ് നേച്ചർ, അതായത് അതിന് ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് മാക്സിമം കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് വിൽ ഇംപ്രൂവ് SINR ഓഫ് സിംഗിൾ കണക്ഷൻ ടു മാക്സിമൈസ് ദ കപ്ലിംഗ് ബിറ്റ്വീൻ ബേസ് സ്റ്റേഷൻ ആൻഡ് വാണ്ടഡ് യൂസർ വൈൽ മിനിമൈസിങ് ദ കപ്ലിംഗ് വിത്ത് അതർ യൂസർ. ആർക്കാണോ റിക്വയർഡ് ആയിട്ടുള്ള യൂസറുമായിട്ടുള്ള കപ്ലിംഗ് മാക്സിമൈസ് ചെയ്യും, അതർ യൂസേഴ്സുമായിട്ടുള്ള ഇൻ്റർഫറൻസ് എന്ത് ചെയ്യും, മിനിമൈസ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ഇൻ ബോത്ത് അപ്ലിംഗ് ആൻഡ് ഡൗൺലിംഗ്. But in downlink, the optimization is more critical since mobile station cannot detect the channel fully. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ഡ്യൂ ടു ഇൻക്രീസ്ഡ് SINR, ഇൻക്രീസ്ഡ് കവറേജ് ഡ്യൂ ടു ഹയർ ഗെയിൻ ആൻഡ് റെഡ്യൂസ്ഡ് ഔട്ട്പുട്ട് പവർ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റീവ് ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് ആണ്. ആദ്യത്തെ വരുന്നത് സ്വിച്ച്ഡ് ബീം ആൻറ്റിനയാണ്. സ്വിച്ച്ഡ് ബീം ആൻറ്റിന, ഈ സ്വിച്ച്ഡ് ബീം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. ഹിയർ ദ അഡാപ്ഷൻ ഇൻ ചേഞ്ചിങ് മൊബൈൽ സ്റ്റേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡൺ യൂസിങ് ബേസ് സ്റ്റേഷൻ ആൻറ്റിന വിത്ത് സെവറൽ സെലക്റ്റബിൾ ബീംസ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസിന് ഡിഫറെൻറ്റ് മെയിൻ ബീംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനകത്ത് ഡിഫറെൻറ്റ് ബീംസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം സ്വിച്ച് ചെയ്തിട്ട് മൊബൈൽ സ്റ്റേഷനുമായിട്ട് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യും. And fairly simple RF signal processing is required and limited adaptivity. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് ലിമിറ്റഡ് അഡാപ്റ്റിവിറ്റി. ഓക്കെ, നമ്മൾ ബീം സ്റ്റിയറിംഗ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ബീം സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ആ മെയിൻ ബീമിനെ നമ്മൾ സ്റ്റിയറിംഗ് ചെയ്യുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ബീംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത വരുന്നത് ബീം ഫോമിംഗ്. ബീം ഫോമിംഗ് എന്ന് പറയുന്നത് അഡാപ്ഷൻ ഈസ് ഡൺ യൂസിങ് ബീം ഫോമിംഗ് in which form pattern maxima to wanted direction and nulls to unwanted direction. ബീം ഫോമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബീം സ്റ്റിയറിംഗ് പോലെ തന്നെയാണ് വരുന്നത്. വാണ്ടഡ് ഡയറക്ഷനിൽ നമ്മൾ മാക്സിമ പ്രൊവൈഡ് ചെയ്യും, അൺവാണ്ടഡ് ഡയറക്ഷനിൽ മിനിമാസ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നൾസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ അഡാപ്റ്റീവ് അറേ എന്ന് പറയുന്നത് നമ്മളവിടെ ബീം സ്റ്റിയറിംഗിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് വരുന്നത്. ഹിയർ ആൻ അഡാപ്റ്റീവ് അറേ ഈസ് എംപ്ലോയ്ഡ് ഇൻ വിച്ച് ഈച്ച് അറേ എലമെൻറ്റ് ഈസ് കണക്റ്റഡ് ടു സെപ്പറേറ്റ് ട്രാൻസ്സീവർ ആൻഡ് എ DSP ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ സിഗ്നൽ വെയ്റ്റ്സ്. നമ്മൾ ബീം സ്റ്റിയറിംഗിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിജിറ്റൽ സ്റ്റിയറിംഗ് ടെക്നിക്സ്, അതുപോലെ അനലോഗ്. അഡാപ്റ്റീവ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീം സ്റ്റിയറിംഗിൽ ഡിജിറ്റൽ ബീം ഫോമിങ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ബീം ഫോമിങ് ഒക്കെ പഠിച്ചില്ല, അതേപോലെ തന്നെ വരുന്നത്, അതേ ടെക്നിക്ക് തന്നെ വരുന്നത്. ഹിയർ ആൻ അഡാപ്റ്റീവ് അറേ ഈസ് എംപ്ലോയ്ഡ് ഇൻ വിച്ച് അറേ എലമെൻറ്റ് ഈസ് കണക്റ്റഡ് ടു സെപ്പറേറ്റ് ട്രാൻസ്സീവർ ആൻഡ് എ DSP യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ സിഗ്നൽ വേവ്സ്. അടുത്ത് വരുന്നത് ടൈപ്സ് ഓഫ് ആൻറ്റിനാസ് ഇൻ സെല്ലുലാർ ഹാൻഡ്സെറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ മൊബൈൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ബേസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞു. അടുത്ത് വരുന്നത് മൊബൈൽ സ്റ്റേഷൻ ആൻറ്റിനാസ് ആണ്.
Since the volume of cellular handset is very smaller, the antenna volume should be very smaller for a compact phone. നമുക്കറിയാവുന്നതാണല്ലോ, കാരണം മൊബൈൽ സെറ്റിൻ്റെ സൈസ് എത്രയാണെന്ന് അറിയാം. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ആൻറ്റിനയുടെ സൈസും അതിനനുസരിച്ചിട്ട് ചെറുതായിരിക്കണം. എന്നാലേ ഉള്ളൂ നമുക്കൊരു കോമ്പാക്റ്റ് ഫോണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. This smaller size makes it difficult to achieve the system bandwidth 10% without inducing current on the entire handset chassis. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ വേണം. എന്നാൽ തന്നെ നമ്മൾ അതിൻ്റെ ഹാൻഡ്സെറ്റിൻ്റെ ചേസിൽ എന്ത് ചെയ്യാൻ പാടില്ല, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാനും പാടില്ല. ആ രീതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഹാൻഡ്സെറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. For overcoming the situation, earlier handset make use of retractable antennas. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏർലിയർ ഹാൻഡ്സെറ്റ് യൂസ് ചെയ്തിരുന്നത് റീട്രാക്റ്റബിൾ ആൻറ്റിനാസ് ആണ്. എന്താണെന്ന് അടുത്ത് പറയുന്നുണ്ട്. വിച്ച് ക്യാൻ പ്രൊവൈഡ് ലാർജ് ബാൻഡ് വിഡ്ത്ത് വിത്ത് കമ്പാരിറ്റീവ്ലി സ്മോളർ എഫക്റ്റീവ് വോളിയം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിന യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലാർജർ ബാൻഡ് വിഡ്ത്തും പറ്റും, ദെൻ സ്മോളർ എഫക്റ്റീവ് വോളിയം പറ്റും. ഓക്കെ. Bandwidth of smaller antennas, bandwidth equal to S minus 1 divided by QU into square root of S, where BW എന്ന് പറയുന്നത് റിലേറ്റീവ് ഇമ്പിഡൻസ് ബാൻഡ് വിഡ്ത്ത്, എസ് എന്ന് പറയുന്നത് VSWR at the edge of the frequency band, and QU എന്ന് പറയുന്നത് unloaded quality factor of the antenna. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. ഈ പോയിൻറ്റ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ നമ്മൾ മൊബൈൽ ഹാൻഡ്സെറ്റിൽ യൂസ് ചെയ്യുന്ന ആൻറ്റിനാസ്, ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്, ഏതൊക്കെ ടൈപ്പ് ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നുണ്ട് നോക്കാം. ഫോളോയിങ് ആർ സം ഓഫ് ദ ആൻറ്റിനാസ് യൂസ്ഡ് ഇൻ സെല്ലുലാർ ഫോൺസ്. എക്സ്റ്റേണൽ ആൻറ്റിനാസ് എന്ന് പറയുന്നത് റീട്രാക്റ്റബിൾ വിപ്പ് ആൻറ്റിന, ഹെലിക്കൽ ആൻറ്റിനാസ് ഒക്കെയാണ് എക്സ്റ്റേണൽ ആൻറ്റിനാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ആൻറ്റിനാസ് എന്ന് പറയുന്നത് പ്ലാനാർ ആൻറ്റിന, ചിപ്പ് ആൻറ്റിനാസ് ഒക്കെയാണ് ഇൻറ്റേർണൽ ആൻറ്റിനാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. റീട്രാക്റ്റബിൾ മോണോപോൾ ആൻറ്റിന, അത് എക്സ്റ്റേണൽ ആൻറ്റിനാസ് ഒക്കെ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പോഴെല്ലാം ഇൻറ്റേർണൽ ആൻറ്റിനാസ് ആണ്. ഓക്കെ. റീട്രാക്റ്റബിൾ മോണോപോൾ ആൻറ്റിന എന്ന് പറയുന്നത് an antenna that we can retract. Retractable whip antennas can be considered as a monopole with the phone chassis as the ground plane, or an unsymmetrical dipole whose other half is the phone chassis. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഐദർ ഒരു മോണോപോൾ ആൻറ്റിന ആവാം അല്ലെങ്കിൽ ഒരു ഡൈപോൾ ആൻറ്റിന ആവാം. അപ്പോൾ മോണോപോൾ ആൻറ്റിന ആണെങ്കിൽ, മോണോപോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലോങ് വെയർ ആൻറ്റിന, അതിൻ്റെ പ്രത്യേകത മോണോപോൾ എന്ന് പറയുമ്പോൾ ഒരു എൻഡിൽ മാത്രം നമ്മൾ ഫീഡിങ് കൊടുക്കുന്നു. ഡൈപോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മൾ യൂഷ്വലി ഡൈപോൾ എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ സെൻറ്ററിലാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, സെൻറ്റർ പോയിന്റിലാണ് നമ്മൾ ഫീഡ് ലൈൻ കണക്ട് ചെയ്യാറ്. അതാണ് മോണോപോളും ഡൈപോളും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉള്ള ഡിഫറൻസ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ മോണോപോളായിട്ട് മോണോപോൾ ആൻറ്റിനെ യൂസ് ചെയ്യാം റീട്രാക്റ്റബിൾ വിപ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അതിൻ്റെ ഫോൺ ചേസസ് ആയിരിക്കും എന്തായിരിക്കും ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അതല്ലെങ്കിൽ അൺസിമെട്രിക്കൽ ഡൈപോളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അതർ ഹാഫ് ഈസ് ദ ഫോൺ ചേസ്. അപ്പോൾ ഡൈപോൾ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഇങ്ങനെ സെൻറ്ററിലാണ് ഫീഡിങ് കൊടുക്കുക. മോണോപോൾ എന്ന് പറയുമ്പോൾ ഒരെൻഡ് ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കും, ഒരെൻഡിൽ നമ്മൾ ഫീഡിങ് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ മോണോപോൾ ആകുമ്പോൾ ഇവിടെ ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഫോണിൻ്റെ ചേസാണ്. അതുപോലെ തന്നെ ഡൈപോൾ ആണെങ്കിൽ അതിൻ്റെ അതർ ഹാഫായിട്ട് ആക്ട് ചെയ്യുന്നത് ഫോണിൻ്റെ ചേസാണ്. ദ ടിപ്പിക്കൽ ലെങ്ത് ഓഫ് വിപ്പ് ഈസ് λ/4 or 3 λ/8. These lengths are chosen such that the current maxima should be further away from the user and to reduce current in phone chase. വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വയർ, അതാണ് വിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കാറുകളിലൊക്കെ കാണാറുള്ള ടൈപ്പ് ഓഫ് ആൻറ്റിന, അത് വിപ്പ് ആൻറ്റിനയാണ്. ഓക്കെ. ഇതാണ് റീട്രാക്റ്റബിൾ മോണോപോൾ ആൻറ്റിനയ്ക്ക് എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇത് ദെൻ നോർമൽ മോഡ് ഹെലിക്കൽ ആൻറ്റിന നമുക്ക് യൂസ് ചെയ്യാം എന്തായിട്ട്, എക്സ്റ്റേണൽ ആൻറ്റിനേഴ്സ് ആയിട്ട്. നോർമൽ മോഡ് ഹെലിക്കൽ ബീം ആൻറ്റിന ക്യാൻ ബി യൂസ്ഡ് ഫോർ സർക്കുലർ പോളറൈസേഷൻ. ഡുവൽ ബാൻഡ് ഓപ്പറേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് 2 different pitch angles. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ യൂസേഴ്സ്. നോർമൽ മോഡ് ഓപ്പറേഷനൊക്കെ ഹെലിക്കൽ ആൻറ്റിനയുടെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ.
ഈ ഫിഗർ കാണിക്കുന്നത് ഹാൻഡ്സെറ്റ് വിത്ത് ഡുവൽ ഫ്രീക്വൻസി നോർമൽ മോഡ് ഹെലിക്സ് ആണ് ഫിഗർ കാണിക്കുന്നത്. ഫിഗറിൻ്റെ വലിയ എക്സ്പ്ലനേഷനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോർമൽ മോഡ് ഹെലിക്കൽ ആൻറ്റിന എന്ന് പറഞ്ഞിട്ട് ഈ ഫിഗർ ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഇൻറ്റേർണൽ ആൻറ്റിനാസ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാനാർ ആൻറ്റിനയാണ്. ഈസ് യൂഷ്വലി എ λ/4 മൈക്രോസ്ട്രിപ്പ് മൗണ്ടഡ് ഓൺ ദ കണ്ടക്റ്റിംഗ് ചേസിസ് ഓഫ് ദ ഹാൻഡ്സെറ്റ്. പ്ലാനാർ ആൻറ്റിന എന്ന് പറയുന്നത്. ദെൻ വൺ എക്സാമ്പിൾ ഈസ് പ്ലാനാർ ഇൻവേർട്ടഡ് എഫ് ആൻറ്റിനാസ്, PIFA ആൻറ്റിനാസ്. ചിപ്പ് ആൻറ്റിനാസ് ആർ വെരി സ്മോൾ ആൻഡ് മൗണ്ടഡ് ഓൺ സർക്യൂട്ട് ബോർഡ് ഓഫ് ഫോൺ. അപ്പോൾ 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഇൻറ്റേർണൽ ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നത് ഒന്ന് പ്ലാനർ ആൻറ്റിനാസും ചിപ്പ് ആൻറ്റിനാസ്. മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന, ചിപ്പ് ആൻറ്റിന നമുക്ക് അടുത്ത് പഠിക്കാറുണ്ട്. Then internal antennas reduce the size of the phone by sacrificing the performance, especially when hand is over the antenna or the unit is close to the head. Okay, size നമ്മൾ reduce ചെയ്യുന്നു, sacrificing the performance. ഇതാണ് പ്ലാനാർ ഇൻവേർട്ടഡ് എഫ് ആൻറ്റിന. അതൊരു എഫ് ഷേപ്പിൽ ഇൻവേർട്ടഡ് എഫ് ആൻറ്റിന, ഇൻവേർട്ടഡ് എഫിൻ്റെ ഷേപ്പിലുള്ള ഒരു ആൻറ്റിനയാണ്. അതിൻ്റെ ഗ്രൗണ്ട് പ്ലെയിന് ദെൻ ഫീഡ് ലൈൻ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടി നല്ല ഫിഗേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ആൻറ്റിനാസ്, എന്താണ് അതിൻ്റെ ഫിഗർ എങ്ങനെയാണെന്നുള്ളത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ ഇവിടെ. അപ്പോൾ അത്രയാണ് ആൻറ്റിന ഫോർ മൊബൈൽ സ്റ്റേഷൻ വരുന്നത്. ആൻറ്റിന ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വരുന്നത്. ബേസ് സ്റ്റേഷൻ ആൻറ്റിനാസ് ആൻഡ് മൊബൈൽ സ്റ്റേഷൻ ഓർ ഹാൻഡ്സെറ്റ് ആൻറ്റിനാസ്.